ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുഖ്യമന്ത്രി പോര് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ റേസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് നടത്തുന്ന ഈ കലാപരിപാടികളൊക്കെ കണ്ട് നമ്മളടക്കം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം AK ആൻ്റണിയുടെ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും അദ്ദേഹം VD സതീശൻ്റെ ഫ്ലക്സ് കീറാൻ വേണ്ടി ശ്രമിക്കുകയും കൂടാതെ അതിൽ തുപ്പുകയും ഒക്കെ ചെയ്യുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിരുന്നു. വളരെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരാളുകളാണ് ഇവർ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാരണം അതുകൊണ്ട് തുപ്പിക്കൊണ്ടാണ് ഇവർ ഇവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. കൂടാതെ ചാനലുകളോടൊക്കെ തന്നെ ഇവൻ കള്ളനാണ് എന്നൊക്കെ പറയുകയും KC വരണം എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില ആളുകൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ പോകുന്നു എന്ന് പറയുന്ന വ്യാജ നാടകങ്ങൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ പെയ്ഡായിട്ടുള്ള ആളുകൾ വന്ന് വളരെ ഓർഗനൈസ്ഡായി ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും ഒരു സംശയമില്ല. കാരണം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇരിക്കുന്നിടത്തുനിന്ന് അതായത് ബൂത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നതിന് പോലും കോൺഗ്രസ്സിന് പണം കൊടുക്കണമെന്നറിയാത്ത ആരും തന്നെ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോടുള്ള വലിയ താല്പര്യം കൊണ്ട് അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അത് VSന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പ്രക്ഷോഭം പോലെ തന്നെ ആളുകൾ പരിഗണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ കോമഡിയും തമാശയുമാണ് തോന്നിയിട്ടുള്ളത്. കാരണം VSന് വേണ്ടി 8:30 VSന് സീറ്റ് നിഷേധിക്കുന്നു, 9 മണിക്ക് തന്നെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലും ചില ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ അത് നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ പങ്കെടുക്കാൻ വന്നവർക്ക് കാശും അതുപോലെ ബിരിയാണിയൊന്നും മേടിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കുറേ കൂടി ആത്മാർത്ഥമായിട്ടുള്ള ഒരു ജനതയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. എറണാകുളത്ത് നിന്ന് ഫ്ലക്സ് അടിക്കുകയും കാർഡുകൾ അടിക്കുകയും പ്ലക്കാർഡുകൾ അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതൊക്കെ തന്നെ PR ഏജൻസികളാണെന്നും ഒക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ അവരുടെ ഒരു തമാശ, ഒരു കോമഡി എന്നുള്ളതൊക്കെ നടന്നോട്ടെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. കൂടാതെ KC വേണുഗോപാൽ വന്നാൽ തോപ്പിക്കും എന്നുള്ളതൊക്കെ ഇരിക്കൂറിലും ആലപ്പുഴയിലും ഒക്കെ ചിലർ നിന്ന് ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെയൊക്കെ പേടിപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് KC വേണുഗോപാലെന്തോ അങ്ങനെയൊക്കെ പേടിക്കുന്ന ഒരു ഹൈക്കമാൻഡ് കോൺഗ്രസ്സിനുള്ളത് എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതൊന്നും നടപടിയാവുന്ന കേസല്ല. ഇപ്പോൾ തീരുമാനം വരുമ്പോൾ അറിയാം KC തന്നെയാണ് മുഖ്യമന്ത്രി. പക്ഷേ ഇതൊക്കെ കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മൾ വിട്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടയിലൂടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന് എതിരെ വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും അകാരണമായി അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പല സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ തകർത്തു, കോൺഗ്രസ്സിനെ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല ബുദ്ധിജീവികളൊക്കെ ഞാൻ അറിയും. യഥാർത്ഥത്തിൽ അതിനൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഒരു സംഘടനാകാരി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നൊരു പരിധിയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കണമെന്നും അദ്ദേഹം വിചാരിച്ചാൽ പോലും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന ആളുകൾ മറ്റൊരു കാര്യം ആരോപിക്കുന്നില്ല. 40-ലധികം സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനെ 2019 നിന്ന് 24-ലേക്ക് എത്തിച്ചപ്പോൾ ഏതാണ്ട് ഇരട്ടിയിലധികം സീറ്റുകളിലേക്ക് 99 സീറ്റുകളിലേക്ക് എത്തിച്ചതിന് ഉത്തരവാദിത്തം എങ്കിൽ നമ്മൾ KC വേണുഗോപാലിന് കൊടുക്കൂ? ഇല്ല. അന്നേരം നമ്മൾ പറയും അത് രാഹുൽ ഗാന്ധിയുടെ മെടുക്കാണെന്ന് പറയും. എന്നാൽ തോൽവികൾ ഉണ്ടാകുമ്പോൾ അത് KC വേണുഗോപാലിൻ്റെ ചുമലിൽ ചാരി വെക്കുന്ന പതിവൊക്കെ ഉണ്ട്. ഞാനടക്കമുള്ള പലരുമൊക്കെ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാധ്യമങ്ങളുടെ ഒരു നരേറ്റീവ് മാത്രമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇത് അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ ഈ അടുത്തിടെയായി കുറേ ആളുകൾ ഒരു സംഘപരിവാർ ചാപ്പ കുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം എതിർത്തില്ല എന്നൊക്കെ ഉള്ളതാണ് ആളുകൾ പറയുന്നത്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു. കാരണം അദ്ദേഹം ആലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോഴും വെള്ളാപ്പള്ളി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനാക്കിയും ഒക്കെ തന്നെ ചിത്രീകരിക്കാനുള്ള മറ്റൊരു ശ്രമം കൂടി നടക്കുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പലപ്പോഴും മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹം മിണ്ടിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കേന്ദ്ര നേതാവാണ്, അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും അഭിപ്രായം പറയണമെന്നില്ല. അങ്ങനെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനെ വെച്ചിട്ടുള്ളത്, മറ്റ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നിരവധി നേതാക്കളുള്ളത്. പിന്നെ അദ്ദേഹം എന്ന അഭിപ്രായം പറയേണ്ട കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറും ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ എങ്ങനെയും വെട്ടാൻ വേണ്ടിയിട്ട് എതിർ ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് VD സതീശനോട് അനുകൂലമായിട്ടുള്ള ആളുകൾ ഒരു കൈവിട്ട കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ സംഘിയും മുസ്ലിം വിരുദ്ധനും മഹാമോശപ്പെട്ടവനുമാക്കുന്ന പ്രവണത നേരത്തെ മുതൽ തുടങ്ങിയതാണ്.
അത് തുടങ്ങിയത് യഥാർത്ഥത്തിൽ മീഡിയ വണ്ണാണ്. ആ മീഡിയ വൺ തുടങ്ങിയത് മുതൽ നേരെ ഇങ്ങോട്ട് നിരവധി ചാനലുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ മീഡിയൽസും ഈ പി ഡി സതീശൻ്റെ PR ഏറ്റെടുത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ വളരെ പ്രതിജ്ഞാബദ്ധമായി ഇത്തരത്തിലുള്ള തെറ്റായ വിവരം പകർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടെ. KC വേണുഗോപാൽ ഒരു കാരണവശാലും ഒരു വിരുദ്ധനുമല്ല, ഒന്നുമല്ല എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കണം. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം KC വരുന്നതിനേക്കാൾ താല്പര്യം ഇവർക്ക് VD സതീശൻ വരുന്നതാണ്. കാരണം VD സതീശനാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഡിഫെൻഡ് ചെയ്യാൻ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ഇപ്പോൾ ഭൂമി പരന്നതാണെന്ന് ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് ഖുറാനിലാണ് എന്നൊക്കെ പറയുന്ന വാചകമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് പെരുത്തിഷ്ടം കൂടും. പക്ഷേ ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് KC വേണുഗോപാലിനൊപ്പം ഒരാളെ എറിഞ്ഞു തരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വെറുതെ ഇതൊക്കെ കേട്ടുകൊണ്ട് ബാബത്ത് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തെറ്റായ പ്രചരണമാണ്. അദ്ദേഹം ഒരു കാലത്തും തന്നെ മുസ്ലിം വിരുദ്ധനോ അല്ലെങ്കിൽ സംഘിയോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചിത്രത്തിൻ്റെ മുമ്പിലും അദ്ദേഹം തിരിതെളിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേണ്ടാധീനങ്ങൾ പറഞ്ഞ് കേരളീയരെ മുഴുവൻ പൊട്ടന്മാരാക്കാം, മണ്ടന്മാരാക്കാമെന്ന് കുറേ ചാനലുകളും കുറേ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് 8 മടക്കി കൈ വെച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുഖ്യമന്ത്രി റേസിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമല്ല. അത് കോൺഗ്രസിൻ്റെ കാര്യമല്ല, അവർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മര്യാദകേടുകൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത നടപടികൾ ആരുടെ നേരെ ഉണ്ടായാലും അത് എതിർക്കപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു അഭിപ്രായം പറഞ്ഞത്. ഇപ്പം തന്നെ കുറേ ആളുകൾ ചിലപ്പോൾ എന്നെ വേണുപക്ഷക്കാരനാക്കുമെന്നൊക്കെ എനിക്കറിയാം. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. നിങ്ങൾ ഏത് പക്ഷമാക്കിയാലും ഞാൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ മെമ്പർഷിപ്പൊക്കെ എടുക്കാത്തവരാണെങ്കിൽ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടണിന് തൊട്ട് സൈഡിലുള്ള ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലെവൽ 1 179 രൂപയാണ്, ലെവൽ 2 359 രൂപയാണ്, ലെവൽ 3 700 സംതിങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കാം, മെമ്പർഷിപ്പ് എടുക്കാം. എടുത്തുകൊണ്ടിട്ട് ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളതല്ലാതെ വലിയ പെർക്സോ ബെനിഫിറ്റോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കൂടാതെ ഇത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ സപ്പോർട്ടുകൾ നൽകാമെന്നുള്ളവരാണെങ്കിൽ താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുപോലെ സത്യം പറഞ്ഞുകൊണ്ട് ഏത് വിഷയത്തിലും നിലനിൽക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇനി അത് ചെയ്യാൻ കഴിയാത്തവരും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. സർ, ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല, എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു. അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ചെയ്യാൻ കഴിയുന്നത് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് താഴെ കമൻറ്റുകൾ എഴുതിക്കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടി പറയുന്ന ഒരു പ്രോഗ്രാം കൂടി ഉടനെ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കട്ടെ.